ഹായ് എവരിവൺ, എല്ലാവർക്കും ലോറൽ ഈസി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന ഈസി ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് സീഡ് പോട്ട് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്. അതായത് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള മണ്ണിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരുന്ന ന്യൂസ് പേപ്പർ കൊണ്ടുള്ള പോട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കാം. ഒപ്പം ചെറിയ കമ്പുകൾ, റോസ പോലുള്ള ചെടികളുടെ കമ്പുകളും നമുക്ക് മുളപ്പിച്ച് എടുക്കാവുന്നതാണ്. അങ്ങനെ ജൈവ കൃഷി രീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പോട്ടുകൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതുപോലെയുള്ള സ്ക്വയർ പോട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ന്യൂസ് പേപ്പർ വെച്ചിട്ട്. ഇത് ഇവിടെ ഇപ്പം ഞാനെന്ത് ഗ്ലൂ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഗ്ലൂ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ഗ്ലൂ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ മടക്ക് നല്ലപോലെ ശരിയായാൽ മതി. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു ഷീറ്റ് പേപ്പറാണ്. അതായത് 2 ഷീറ്റ് ചേരുന്ന പേപ്പർ. ഒറ്റ പേപ്പറാണെങ്കിൽ നല്ലതാണ്, പക്ഷേ കട്ടിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ 2 ഷീറ്റ് ഉള്ള ഒരു ഇങ്ങനെയുള്ളൊരു പേജ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റിന് ഇതിപ്പോൾ ഒരു സ്ക്വയർ നമ്മളിങ്ങനെ മടക്കി ഒരു സ്ക്വയർ പോലെ വരത്തില്ല. അതുകൊണ്ട് സ്ക്വയർ ആക്കാൻ വേണ്ടി നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഈ പേപ്പർ ഇങ്ങനെയൊന്ന് മടക്കുക. ഇങ്ങനെയൊന്ന് മടക്കി അതിനുശേഷം ഒന്നും കൂടി മടക്കുക. അപ്പോൾ നമുക്ക് അതിലൊരു ഇങ്ങനെ മാർക്കുകൾ വീഴും. മനസ്സിലായോ? അതായത് ഇവിടെ ഒരു മാർക്ക് വീണ്, ഇവിടെ ഒരു മാർക്ക് വീണ്, ഇവിടെ ഒരു മാർക്ക് വീണ്. ഈ ഭാഗം നമുക്ക് വേണ്ട. ഈ ഭാഗം വേണ്ട. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അതായത് ഈ ഭാഗം ഇപ്പം 4 മാർക്ക് 1, 2, 3, 4 പാർട്ടാണ്. അതിൽ ഈ പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അത് കട്ട് ചെയ്ത് നോക്കാം. ന്യൂസ് പേപ്പറിൻ്റെ ഈ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ളൊരു പീസ് നമുക്ക് കിട്ടി. ഇനി ഇതെങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാം. അതായത് ഈ പീസ് ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് മടക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് മടക്കുക. അപ്പോൾ ഇതിനൊരു സെൻറ്റർ പോയിൻ്റ് നമുക്ക് കിട്ടും. ആ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഇങ്ങോട്ട് മടക്കുക, ഈ ഭാഗം ഇങ്ങോട്ടും മടക്കുക. കറക്റ്റായിട്ട് നല്ല ക്രീസ് വരത്തക്ക രീതിയിൽ നന്നായിട്ട് മടക്കി എടുക്കുക. ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങോട്ട് മടക്കുക. ഒന്നും കൂടി മടക്കുക. ഇനി തിരിച്ചു വെക്കുക. ഇപ്പോഴും നമുക്കിവിടെ ഒരു സെൻറ്റർ മടക്കുണ്ട്. ആ മടക്കിലോട്ടാണ് നമ്മൾ മടക്കേണ്ടത്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ഇങ്ങനെയുള്ള പല ഒബ്ജക്റ്റുകളും ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട്. ഈ പേഴ്സ് എന്ന് പറഞ്ഞും റോക്കറ്റും അങ്ങനെയുള്ള പലതും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെയൊക്കെയുള്ളൊരു ഷേപ്പിലോട്ട് വരും ഇത്. ഇങ്ങനെ മടക്കി അതിനുശേഷം ഈ ഭാഗം ഇങ്ങനെ മടക്കുക. ഇത് നമുക്ക് അതിൻ്റെ അകത്തുള്ള ആ ഫ്ലാപ്പിലേക്ക് കയറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു പീസുണ്ട്. അത് ഇതിനകത്തേക്ക് നമുക്ക് കയറ്റുകയാണ് വേണ്ടത്. അത് കയറ്റുമ്പോൾ നോക്കുക. ഇതുണ്ട്, ഇതിനകത്ത് ഇങ്ങനെയുള്ള ഒരു ഭാഗമുണ്ട്. അതിലേക്കാണ് ഇതിനകത്തോട്ടാണ് നമ്മൾ വെക്കേണ്ടത്. അത് കയറ്റി വെക്കുക. ഇതുപോലെ ഈ പീസ് ഇതിനകത്ത് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ഇത് സെറ്റായി ഒരു പേഴ്സ് പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ടൊന്ന് മടക്കുക. അതുപോലെ തന്നെ ഇത് ഇങ്ങോട്ടും ഒന്ന് മടക്കുക. അതിനുശേഷം നമുക്ക് ഈ ഭാഗം ഇങ്ങനെ ഒന്നുകൊണ്ട് മുട്ടിക്കണം. അതായത് നമുക്ക് ഇവിടെ ഒരു ലൈൻ വരണം. ഇങ്ങനെ ഒരു ലൈൻ നമുക്ക് വരണം. ആ ലൈൻ വരാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടം കൊണ്ട് ഇങ്ങോട്ടൊന്ന് മുട്ടിക്കാൻ നോക്കുക. ഇങ്ങനെ മുട്ടിക്കുക. ആ മുട്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്രീസ് വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ നോക്കുന്നത്. ഇങ്ങനെ വരും. ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ ആയത് വരും. ഇപ്പോൾ നമുക്ക് ഒരിടത്തും ഗ്ലൂ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതിനകത്ത് ഇങ്ങനെ സ്ക്വയറായിട്ട് വരികയും ചെയ്യും. എന്നിട്ട് ഇവിടെ ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മടക്കി അങ്ങോട്ട് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഗ്ലൂ ചെയ്യണമെങ്കിൽ ഗ്ലൂ ചെയ്യാം. ഇവിടെ ഗ്ലൂ ചെയ്യണമെങ്കിലും ഗ്ലൂ ചെയ്യാം. അപ്പം ഇവിടെ നല്ലൊരു സ്ക്വയർ ഷേപ്പിലും വരും. ഇവിടെ
അകത്തൊരു ഇങ്ങനെയൊരു ഇതായിട്ട് വരും. ഈ ബോഡി ഇങ്ങനെ സ്ക്വയറായിട്ട് ഇരിക്കും. ഗ്ലൂ ചെയ്യണമെങ്കിൽ ഗ്ലൂ ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ പോട്ട് റെഡിയായി. ഇങ്ങനെ നമുക്ക് ധാരാളം പോട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇത് റൗണ്ട് മോഡലുള്ളതാണ്. ഒരു ക്യാൻ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഗ്ലാസ് വെച്ച് നമുക്ക് ചെയ്യാം. സിമ്പിളാണ്, മടക്കൊന്നും ഇല്ലാത്തത്. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതുപോലുള്ളൊരു പേപ്പർ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മടക്കുന്നു. അതിനുശേഷം ഈ ക്യാന് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അത് റോൾ ചെയ്ത് കൊടുക്കുന്നു. അധികം ബലം കൊടുക്കണ്ട, ഇങ്ങനെ റോൾ ചെയ്ത് പോവുക. അത് റോൾ ചെയ്തു. അതിനുശേഷം ഈ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്ലൂ കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഗ്ലൂ വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുന്നു. ഇവിടെ മടക്കിയെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ക്യാന് ഇങ്ങനെ ഊരിയെടുക്കുകയാണ്. കണ്ടോ? അകത്ത് ഇപ്പുറത്തൊക്കെ വേണമെങ്കിൽ ഗ്ലൂ കൊടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടെയും ഗ്ലൂ കൊടുത്ത് ചെയ്യാവുന്ന ഒരു പോട്ടാണ് ഇത്. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലുള്ള പോട്ട്. വെള്ളം ഒഴിച്ച് നനച്ച് കഴിഞ്ഞാൽ ഈ കവറുകൾ ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഇത് ചെടിയുടെ കമ്പും വിത്തുകളും ഒക്കെ ആയത് കാരണം അധികം നനയ്ക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പോലെ തന്നെ അടിയിലെ മണ്ണും കുറച്ച് നനച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള ട്രേകളിലാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ ആ ബേസിൽ നിന്ന് കിട്ടുന്ന തണുപ്പും പിന്നെ നമ്മൾ തളിച്ചു കൊടുക്കുന്ന വെള്ളവും മതി ഇതിന് പാകമാകാനായിട്ട്. പാകമായി കഴിയുമ്പോൾ നമ്മളിതിനെ മണ്ണിലേക്ക് നടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കുഴിയിലേക്ക് പേപ്പർ പോട്ടോട് കൂടി തന്നെ ഇറക്കി വെക്കുക. അതിനുശേഷം മണ്ണ് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക, നനച്ചു കൊടുക്കുക. ഈ പേപ്പർ പോട്ട് മണ്ണിൽ അലിഞ്ഞ് ചേർന്നോളും. അങ്ങനെ നമ്മൾക്ക് ജൈവ കൃഷി രീതിയെ പ്രോത്സാഹിപ്പിക്കാനും കഴിയും. ഇന്ന് ഷെയർ ചെയ്ത ഈ ഇൻഫർമേഷൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോകൾ കാണുന്നതിനായി. ഒപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഷെയർ ചെയ്യുക. Thank you very much for watching my channel. Have a nice day.